തിന്നാനുള്ള അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം, അതായത് ഒരു 1.5 മാസത്തിന് ശേഷം ഞാൻ അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് തിരിച്ച് വന്നേക്കും കേട്ടോ. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരുപാട് പണിയുണ്ട്. അമ്മ കടയിൽ പോകുന്നതുകൊണ്ടൊക്കെ എന്താ തിരക്കും കാര്യങ്ങളും. രാവിലെ പോകും, പിന്നെ വൈകിട്ടേ വരുള്ളൂ. അപ്പോൾ പിന്നെ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നടക്കുകയുള്ളൂ. പിന്നെ ഉള്ളത് അപ്പാമ്മയ്ക്ക് അങ്ങനെ ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇവിടെ മുറ്റവും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് പണിയുണ്ട് കേട്ടോ. എന്നെ പണി ചെയ്യിക്കാതിരിക്കാനും ഇവനിവിടെ വന്നിരിക്കുന്നത്. ഇവനെ കൂട്ടിയിട്ട് കഴിയുമ്പോൾ പുള്ളി തേര് ഓടിപ്പോവുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ പോയി ഓടിച്ചെന്ന് പിടിക്കേണ്ടതൊക്കെ വരും. അപ്പോൾ പിന്നെ ഇവനെ ഇങ്ങോട്ടാക്കി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇപ്പോൾ ഇതിലും പിടി തിരിഞ്ഞ് നടന്നാൽ മതി. ഏയ് ഇത്തിരി ജാടേ ഞങ്ങൾക്കെന്ന്. ചോറ് വേണോ? മിഠായി, ബിസ്ക്കറ്റ് ഒന്നും വേണ്ട. അപ്പോൾ ഈ കാണുന്ന പച്ചമുളകിൻ്റെ ചെടി ഇത് ഞാൻ പോകുന്നതിന് മുന്നേ നട്ടു വെച്ചിരുന്ന കേട്ടോ. ഇത് 3 എണ്ണം ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു. 3 എണ്ണത്തിലും നല്ലപോലെ തന്നെ മുളക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ചെടി ഇപ്പോൾ പോയി. ഇപ്പോൾ ഈ ഒരെണ്ണമാണ് നിലവിലുള്ളൂ. ഇതിൽ നിറയെ കായുണ്ടേ. അപ്പോൾ എന്തായാലും നമുക്ക് ആ നിൽക്കുന്ന പച്ചമുളക് അത്രയും പറിച്ചെടുക്കുക കേട്ടോ. അതിൽ മൂത്തതൊക്കെ പറിച്ചെടുക്കാം, ബാക്കിയൊക്കെ അവിടെ തന്നെ കിടക്കട്ടെ. കാരണം ഈ ചെടിയും പോകാറായിട്ടുണ്ട് ഏകദേശം. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ആ കിടക്കുന്നതെല്ലാം പറിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ അതും കൂടെ അവിടെ നിന്ന് പോകത്തേ ഉള്ളൂ. അങ്ങനത്തെ ഒരുവിധം പച്ചമുളകൊക്കെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അപ്പോൾ അത് ബാക്കിയും കൂടെ നമുക്ക് പറിച്ചെടുക്കാം. അത്യാവശ്യം നല്ല രീതിക്ക് മുഴുപ്പുള്ള പച്ചമുളകായിരുന്നു കേട്ടോ ഇതിലുണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ചെടി പോയതിൽ പിന്നെയാണിപ്പോൾ കുറച്ച് വലിപ്പക്കുറവൊക്കെ വന്നത്. നേരത്തെ നല്ല വലിപ്പം ഉണ്ടായിരുന്ന മുളകൊക്കെ ആട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അതാ നമ്മൾ ഏകദേശം പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇത്രയും പച്ചമുളകാട്ടോ കിട്ടിയിട്ടുള്ളത്. നേരത്തെ ഇതിൽ കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്ന, ഇപ്പോൾ എന്തായാലും നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ ഇത് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു മുടി ചേമ്പ് നിൽപ്പുണ്ട് കേട്ടോ. അപ്പം അത് ഞാൻ പോകുന്നതിന് മുന്നേ നട്ടു വെച്ചാണ്. ഇപ്പോൾ ഏകദേശം അതൊന്ന് വാടി വന്ന്, കാരണം വെള്ളം ഒഴിക്കാനൊന്നും ആളില്ലായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ പറിച്ചെടുക്കുകയാണെങ്കിൽ കിട്ടും, ഇല്ലേ കിട്ടത്തില്ല കേട്ടോ. എലിയൊക്കെ കുത്തിയെടുത്തുകൊണ്ട് പോകും. പിന്നെ ഒരുപാട് കാണത്തൊന്നുമില്ല, കാരണം വലിയ വെള്ളവും കാര്യങ്ങളും ഇല്ല. പിന്നെ മണ്ണൊക്കെ കുറച്ച് പോയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിക്ക് കാണുമെന്നുള്ള വിശ്വാസമൊന്നും ഇല്ല. പിന്നെ നമ്മൾ ആട്ടുംകൂട് പൊളിച്ചതിൻ്റെ പലകയും കാര്യങ്ങളൊക്കെ ആ സൈഡിലേക്കായിരുന്നു കേട്ടോ വെച്ചാൽ. അപ്പോൾ അതൊക്കെ ആദ്യം ഒന്നെടുത്ത് മാറ്റി അവിടെ നിന്ന് വൃത്തിയാക്കുകയും കൂടെ വേണേ. അപ്പോൾ എന്തായാലും അത് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും പുറമേ നിന്ന് നോക്കിയിട്ട് വലിയ ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എന്തായാലും അപ്പോൾ അത് ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് മണ്ണൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. കാരണം കൈ കൊണ്ട് നോക്കിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ ജസ്റ്റ് തൂമ്പയും വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അല്ലാണ്ട് നമുക്കത് അവിടെ നിന്ന് പറിച്ചെടുക്കാൻ പറ്റിയില്ല. കാരണം മണ്ണ് അതുപോലെ ഉറച്ച് പോയിട്ടുണ്ട്. മറ്റേ കുപ്പിച്ചിലൊക്കെ ചെതറി പോകുന്ന കണക്കാട്ടോ മണ്ണൊക്കെ പോകുന്നത്. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വലിച്ച് നോക്കി കേട്ടോ. കണ്ടില്ല, നല്ല പാടായിരുന്നു വലിച്ചെടുക്കാൻ. നല്ല വണ്ണമൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് കിഴങ്ങ് അധികമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ആദ്യം ആ കിടക്കുന്നത് മാത്രമേ ഉള്ളായിരിക്കും എന്നാണ് വിചാരിച്ചത്. മൂട്ടിൽ നോക്കിയപ്പോൾ 2 എണ്ണം ഉണ്ട്. 2 എണ്ണമല്ല, 1 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വിചാരിച്ചു ദൈവമേ ഇത്രയും വലുത് നിന്നിട്ട് ഇതിൽ കിഴങ്ങൊന്നും ഇല്ലേന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. സംഭവം വേറൊന്നുമല്ല, നമുക്ക് മണ്ണില്ലായിരുന്നു അവിടെ. പിന്നെ നനവും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു, നനച്ച് കൊടുക്കുന്നും ഇല്ലായിരുന്നു. അതായിരുന്നു കേട്ടോ കിഴങ്ങൊന്നും ഇല്ലാതിരുന്നത്. പിന്നെ ഞാൻ ജസ്റ്റ് മണ്ണൊക്കെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് മാന്തി നോക്കി. അപ്പോൾ നോക്കുമ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങൾ വെച്ച് ഓരോന്നൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ആകെപ്പാടെ ശോകമായിപ്പോയി. കാരണം ഇത്രയും നാൾ നട്ട് വെച്ചിട്ടൊന്നും ആയില്ലെന്ന് വിചാരിച്ചിട്ടേ. കാര്യം നമ്മുടെ പശു കൊണ്ട് തന്നെയാണ്, നനച്ചു കൊടുക്കാത്തതിൻ്റെ തന്നെയാണ് കേട്ടോ. പിന്നെ അടിയിൽ നിന്ന് ചിരണ്ടി എടുത്തപ്പോൾ അത് കൂട്ടൊരു വലിയ കിഴങ്ങും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാനവിടെ വേറെയും കൂടെ ഒന്ന് മാന്തി നോക്കുമായിരുന്നു. വേറെ എന്തെങ്കിലും ഒന്നും ഉണ്ടോയെന്നേ. അപ്പോൾ കൈ കൊണ്ട് പറ്റുന്നില്ലാത്തതുകൊണ്ട് ജസ്റ്റ് എന്തായാലും തൂമ്പയും കൊണ്ടൊന്ന് കിളച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഇതേ അവിടെ കിളച്ചൊക്കെ നോക്കിയിട്ടോ. ഒരുപാട് നേരം കിളച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കിളച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. കാരണം ഒന്നും കിട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് എന്തായാലും വെറുതെ കണ്ട വേരൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ, പക്ഷേ കാര്യമായിട്ട് കിഴങ്ങും കാര്യങ്ങളും ഒന്നും അവിടെ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയത് ഏകദേശം ഇത്രയും കിഴങ്ങായിരുന്നു. വലിയ ക്വാണ്ടിറ്റിയിലൊന്നും ഇല്ല, വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലേ ഉള്ളൂ. അപ്പോൾ കിട്ടിയ കിഴങ്ങും കൊണ്ട് എന്തായാലും കയറാം.
അതേ ഇന്ന് ആകാശം കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല നീല കളറിലായിട്ട് നിൽക്കുന്ന അവിടെ ആ പച്ചപ്പൊക്കെ വന്നപ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ടായിരുന്നേ. അത് ഇതാട്ടോ എൻ്റെ ഡിങ്കൻ. ഡിങ്കൻ എന്നാണ് ഇവൻ്റെ പേര്. പെട്ടെന്ന് അങ്ങനെ ഒരു പേര് മനസ്സിൽ വന്നു. അപ്പോൾ അത് അങ്ങനെ ഒരു പേര് അങ്ങോട്ട് ഇട്ടു കേട്ടോ. അപ്പോൾ ആൾ ദേ അവിടെ ഉടക്കി കിടക്കുമായിരുന്നേ. തുടലിൽ കുറേ എന്തൊക്കെയോ പാൻറ്റോ തുണിയോ എന്തൊക്കെയോ വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇവനെ കൊണ്ട് ഭയങ്കര കുസൃതിയാണ്. കുസൃതി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം കുസൃതിയാണ് കേട്ടോ. എന്ത് കിട്ടിയാലും പുള്ളി അപ്പം എടുത്തുകൊണ്ട് ഓടും. പിന്നെ നേരത്തെ ഇവനെ കൂട്ടിലായിരുന്നു കേട്ടോ ഇട്ടിരുന്നത്. അപ്പോൾ മറ്റേ ഇരുമ്പിൻ്റെ കൂടായിരുന്നേ. അപ്പോൾ ഇവൻ ആ ഗ്യാപ്പ് വഴിയൊക്കെ ചാടിപ്പോവും. പിന്നെ മുകളിലെ ഷീറ്റ് എങ്ങനെയോ കീറിയിട്ട് പുള്ളി ആ ഷീറ്റിൻ്റെ മുകളിൽ കൂടെയൊക്കെ ചാടി പോവുമായിരുന്നു കേട്ടോ. പിന്നെ പോയി കഴിഞ്ഞാൽ വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ അഴിച്ചു വിടാറില്ലാത്തതുകൊണ്ട് പുള്ളി അങ്ങ് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടിയ കണക്കാണ്. അപ്പോൾ അങ്ങ് ഓടി നടക്കും. പിന്നെ കണ്ട പട്ടികളൊക്കെ ആയിട്ട് കടി കൂടാൻ പോവുകയെ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ വിടാറില്ല പുറത്തേക്ക്. ഇവന് അഴിച്ച് മുറ്റം വഴിയൊക്കെ ഒന്ന് നടത്തിക്കും. അല്ലാണ്ട് അങ്ങ് വെളിയിലേക്കൊന്നും അധികം കൊണ്ടുപോകാറില്ല കേട്ടോ. പിന്നെ പിടിച്ചാൽ നിൽക്കത്തുമില്ല, അതാണ് വേറൊരു കാര്യം. ഇവനെ കൊണ്ടുപോകണമെങ്കിൽ പപ്പയോ അല്ലെ കുഞ്ഞനോ വേണം. അപ്പോൾ അതേ കണ്ടില്ലേ, ഇപ്പോൾ അവിടെ കിടന്നൊരു ചിരട്ട കേട്ടോ. അതെങ്ങനെയും ഒന്ന് കടിച്ച് പൊട്ടിക്കണ ആൾക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഇതിപ്പോൾ മറ്റേ പ്രേതപ്പടത്തിൽ പ്രേതത്തിൻ്റെ ഒക്കെ കണ്ണിൽ നിന്ന് ചോര വരുന്ന കണക്കാണ് ഇവൻ്റെ കണ്ണിൽ താണ്ട് ഇതിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് തുണിയൊക്കെ വിരിക്കാനുണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും തുണി വിരിക്കാമെന്ന് വിചാരിച്ച് അതിനിറങ്ങിയതാട്ടോ. അപ്പോൾ അവിടുന്ന് തൊഴിലുറപ്പിച്ചമാരൊക്കെ ഇങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുകയായിരുന്നേ. അപ്പോൾ എന്തായാലും അതെന്തെങ്കിലുമൊക്കെ ആകട്ടെ. അപ്പോൾ നമുക്ക് ദേ വിരിക്കാനുള്ള തുണികളും കാര്യങ്ങളൊക്കെ നമ്മൾ വിരിക്കുക കേട്ടോ. കുറച്ചധികം തുണി തന്നെ അലക്കാനുണ്ടായിരുന്നേ. കഴിഞ്ഞ ദിവസമല്ല, ഇന്നലെ അലക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ തുണിയൊക്കെ കൂടിയിട്ട് ഇന്ന് ദേ അലക്കി വിരിക്കുക കേട്ടോ. വീട്ടിൽ പണി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാട്ടോ അമ്മച്ചിയമ്മ വിളിച്ചിട്ട് പറഞ്ഞാൽ താഴത്തേക്ക് വാതെ ഇവിടെയും കുറച്ച് ചേമ്പുണ്ടോ അത് പറിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതേ ഉണ്ടായിരുന്ന ചേമ്പൊക്കെ ഞങ്ങൾ പറിക്കും കേട്ടോ. ഇവിടുന്ന് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് 3ാമത്തെ പ്രാവശ്യമായിട്ട് ഇപ്പോൾ ഇവിടെ പറിക്കുന്നത്. അപ്പോൾ അതേ അതൊക്കെ പറിച്ചെടുത്തു. അപ്പോൾ അതേ അവിടെ ചെറിയൊരു കാന്താരി ചീനി നിൽപ്പുണ്ടായിരുന്നു. അത് ചാഞ്ഞു പോയേ. അപ്പോൾ ഇത് ചിറ്റ എടുത്ത് കെട്ടുമായിരുന്നേ. അപ്പോൾ അത് അതിന് ഈ കിടക്കുന്ന സ്പേസൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. കണ്ട ഇവിടെയൊക്കെ മൊത്തത്തിൽ അലമ്പായി കിടക്കുകയാണ്. ഇനി ഈ സൈഡൊക്കെ ഒന്ന് കെട്ടിയിട്ട് ഇവിടെ ഇടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ സൈഡൊക്കെ ഒന്ന് കെട്ടിയിട്ട് ഇനി ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കി എടുക്കാം. കുറേ പണിയുണ്ട്. ഇതേ ഇവിടെ ഇങ്ങനെ ഇടിഞ്ഞ് കിടക്കുക. ഇതുണ്ടാ മതിലൊക്കെ ഇങ്ങനെ തള്ളി വന്ന് ഇതിവിടെയൊക്കെ അപ്പടി വൃത്തിയായി കിടക്കണം. ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് വൃത്തിയാക്കണം. ഒരു പ്രാവശ്യം നാഗവല്ലീനെ കണക്കിരിപ്പുണ്ട്. നാഗവല്ലിയാണ് മൗലീഡിങ്ക. എന്നാലും മീൻചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് മീനൊക്കെ മേടിച്ചേ. എന്തോ ഒരു ഊണ് നിൽപ്പുണ്ട്. ഇത് എന്നതാണെന്ന് അറിയത്തില്ല കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. എന്താ അടിച്ച് വാരി കൂട്ടിയതെല്ലാം കത്തിക്കാൻ വേണ്ടി ലാമ്പ് എടുക്കാൻ പോട്ടെ. അപ്പോൾ പുറത്ത് കത്തിക്കാനുള്ള ലാമ്പ് ഇവിടെ ഈ ബാഗിൻ്റെ സൈഡിലെ കള്ളിയിലാട്ടോ വെക്കുന്നത്. അവിടെ 2-3 ലാമ്പ് കിടപ്പുണ്ട്. അപ്പോൾ അതെടുത്ത് ഇനി നമുക്ക് കൂട്ടിയിട്ടേക്കുന്ന തീയൊക്കെ കത്തിക്കാം. നമ്മൾ ഐശ്വര്യമായിട്ട് തീയൊക്കെ കൊളുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ മേളിലേക്ക് കുറച്ച് കരിയിലയും പേപ്പർ കഷ്ണമൊക്കെ വാരിയിടുക കേട്ടോ. ഇത് കരിയിലയും പേപ്പറും മാത്രമേ ഉള്ളൂ കേട്ടോ. പ്ലാസ്റ്റിക് കാര്യങ്ങൾ നമ്മളിവിടെ കത്തിക്കാറില്ല. കാരണം ഇവിടെ കത്തിച്ച പഞ്ചായത്തിലേക്ക് വിളിച്ച് പറയും. അതുകൊണ്ട് നമ്മൾ അതിന് നിൽക്കാറില്ല കേട്ടോ. അപ്പോൾ അതേ കത്തിക്കാനുള്ളതെല്ലാം കത്തിച്ചു. തീയൊക്കെ ഇതേ നല്ല ആളി കത്തുന്നുണ്ട്. അപ്പോൾ ഇതേ തീ ഇട്ടിട്ടുണ്ട്. കുറേ കരിയില മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉണങ്ങി കിടക്കുന്നതുകൊണ്ട് വേഗം കത്തി പൊക്കോളൂ. അപ്പോൾ എന്നാലും അത് കത്തിച്ച് കളഞ്ഞിട്ട് നമുക്കവിടെ നനച്ചിട്ട് വേണം ബാക്കി ചെയ്യാൻ. ഈ സൈഡും കൂടെ വൃത്തിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതേ അവിടുന്ന് എല്ലാം വൃത്തിയാക്കി എടുക്കുക കേട്ടോ. ഇവിടെ ഈ മതിൽ ഇങ്ങോട്ട് തള്ളി നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര പാടാണ്. നമുക്ക് അവിടെ മണ്ണ് ഉറപ്പില്ലെങ്കിൽ മതിലെല്ലാം ഇടിഞ്ഞ് താഴെ വീഴും. അപ്പോൾ എന്തായാലും ദേ അവിടെയും കൂടി ഒന്ന് വൃത്തിയാക്കി എടുക്കുവാണ്. പിന്നെ ആ നനച്ചിട്ട ഭാഗം അവിടെയൊന്ന് ഇങ്ങനെ കിളച്ച് കൊടുക്കുക കേട്ടോ. കാരണം മണ്ണൊന്ന് ഇളക്കിയിടണമല്ലോ. കാരണം കുറേ ആയായിരുന്നു നനച്ചിട്ടൊക്കെ. അപ്പം മണ്ണ് ശരിക്കും കല്ലുപോലെ ഉറച്ച് പോയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഞാൻ അവിടെ ശരിക്കും ഒന്ന് മണ്ണയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. തൂമ്പ് വെച്ച് കുത്തി കുത്തി കൊടുക്കുവാണ്. അപ്പോൾ എന്തായാലും ഇത് ചെയ്യാം. കരിയിലൊക്കെ കത്തിച്ച് കളഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിച്ച് കെടുത്തു കേട്ടോ. ഇല്ലേ ചുമ്മാ അതവിടെ കിടന്ന് പുകഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ നല്ലപോലെ തന്നെ വെള്ളം ഒഴിച്ച് കെടുത്തു കേട്ടോ. പുകയൊക്കെ പോകണ്ടേ, അപ്പോൾ അതിനുവേണ്ടി ചെയ്യുന്നതാണേ. ഇവിടെ മൊത്തം ഒന്ന് നനച്ചെടുക്കണേ, കാരണം മണ്ണ് മൊത്തം ഉറച്ച് കിടക്കുക. നമ്മളങ്ങനെ നനയ്ക്കലൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇങ്ങോട്ട്. അപ്പോൾ അമ്മയ്ക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ മൊത്തം ഒന്ന് നനച്ചെടുക്കണേ. ഇന്നത്തെ ക്ലൈമറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആകാശം നല്ല നീല കളറിൽ, അത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കണ്ട നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ചെമ്പരത്തിയിൽ നിറയെ പൂവുണ്ടായിട്ടുണ്ട്. താളിയൊക്കെ ഉണ്ടാക്കാം കുറച്ച് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക്. നല്ല ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ മുഖമൊക്കെ ഒന്ന് ജസ്റ്റ് കഴുകി കൊടുത്താൽ, തീയിലും പുകയിലൊക്കെ നിന്നല്ല, അപ്പോൾ മുഖമൊക്കെ ഒന്ന് കഴുകിയേ. അപ്പോൾ ഇത് നമ്മുടെ പഴയ ആട്ടും കൂടെ കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം. ആകപ്പാട് അലങ്കോലമായി കിടക്കുക. അപ്പോൾ എന്തായാലും ഇനി ഇത് നമുക്കൊന്ന് വൃത്തിയാക്കാം അല്ലേ. ഞാൻ എന്തേലും ചെയ്യണം കണ്ടത് എന്നാരം കയറി വരും. അപ്പോൾ അവിടെ ഇരുന്ന ഷീറ്റ് ഇങ്ങോട്ടേക്ക് വെച്ചിട്ടുണ്ട്, സൈഡിലും മതിലിൻ്റെ ആയിട്ട്. ഒന്ന് വൃത്തിക്കരിക്കാൻ വേണ്ടി വെച്ചത് അവിടെ വെച്ചു. പലക എടുത്ത് ഇവിടെയും വെച്ചൊന്നും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി ചെയ്യാം. അപ്പോൾ അവിടെ ഞാൻ ഏകദേശം സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ അകം. ഇനി ഇവിടെ ഈ വെളിയിൽ കിടക്കുന്ന ചപ്പൻ ചവറൊക്കെ അടിച്ചു വാരിക്കളയണം. ഇനി ബാക്കി മുറ്റമൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാം ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ബാക്കി നാളത്തേക്കും കൂടെ ചെയ്യാമെന്ന് ഓർത്താ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ കിടക്കുന്ന പൊട്ടും പൊടിയൊക്കെ വാരിക്കളയാം.